ഉണ്ണി ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി അയാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്നെ അയാളുടെ തമ്പ് ഉപയോഗിച്ച് വക്കാലത്തിൽ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം വേണു വക്കീൽ വന്ന് അയാളുടെ പെർമിഷനോട് കൂടി വക്കാലത്ത് സൈൻ ചെയ്യിപ്പിച്ച് പോകാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. അത് വാങ്ങിക്കൊടുക്കുന്നത് വക്കീലായിരിക്കും. അതിന്റെ ഒരു ഭാഗം ഈ ഒരു വക്കീലിനാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന് രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ച് വക്കാലത്ത് ഒപ്പിടിപ്പിച്ചത്. പക്ഷെ ഉണ്ണി ഇപ്പോ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് ചെയ്തേക്കുന്നത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്താണ്. ഡ്യൂപ്ലിക്കേറ്റ് ആയി ഇല്ലീഗൽ ആയിട്ട് ചെയ്ത ആൾക്കാർക്ക് വലിയൊരു കുറ്റമുണ്ട്. എന്നാൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതെ ഉണ്ണി കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. വാദിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ണി ആ ഒരു ആക്സിഡന്റ് പറ്റിയ ആളോട് ഞാനാണ് നിങ്ങളുടെ വക്കീൽ എന്ന് പറയണമെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ പറയാണ് ഞാൻ വേണു വക്കീലിന്റെ പേര് പറയുള്ളൂ. പക്ഷെ ആ സമയത്ത് ഉണ്ണി ഏർപ്പാടാക്കിയ ഒരു പെണ്ണ് അവിടെ വന്നിട്ട് വേണു വക്കീൽ വാദിച്ച കേസിന് ക്ലെയിം എനിക്ക് വാങ്ങി തന്നില്ല എന്ന് ജഡ്ജിന് മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ആ ഒരു ആക്സിഡന്റ് പറ്റിയ ആൾക്കും ഇനി വേണു വക്കീൽ എങ്ങാനും വാദിച്ച് എനിക്ക് പൈസ തരാണ്ടിരിക്കും എന്നുള്ള ഡൗട്ട് കൊണ്ട് തന്നെ ഉണ്ണി വക്കീലാണ് എന്റെ വക്കീൽ എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു കേസ് ഉണ്ണി വക്കീലിന് ഇട്ടാണ്. അതിനുശേഷം ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടന്നിരുന്ന ഉണ്ണി വക്കീലിന് ഒരുപാട് കേസുകൾ കിട്ടുന്നുണ്ട്. വേണു വക്കീലിന്റെ ജോലി അങ്ങോട്ട് ഇല്ലാതാവാണ്. കാരണം വേണു വക്കീലിനെ കണ്ടിട്ടാണ് ഉണ്ണി വക്കീൽ ഇങ്ങനെ ചെയ്യാനായിട്ട് നിന്നത്. ഇപ്പൊ ഒരു പൈസ കിട്ടാതായ വേണു വക്കീൽ ഉണ്ണിയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുന്നുണ്ട്. ഒരു സെക്യൂരിറ്റി ടെൻഡർ 30 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടും. അങ്ങനെ ഓരോ ഹോസ്പിറ്റലില് ഓരോ ബ്ലോക്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. അവരെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടിക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഉണ്ണി അവനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ണിക്ക് ഒരുപാട് കേസുകൾ കിട്ടുന്നത് കണ്ടിട്ട് ഡോക്ടർക്ക് വരെ അത്ഭുതമാവുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പെണ്ണാണ് മീനാക്ഷി. അവളിപ്പോ PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ലാന്ന് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം എന്ന് ഉണ്ണിയോട് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വലിയ ആക്സിഡന്റ് കേസ് അവിടേക്ക് വരുന്നുണ്ട്. അവര് നേരെ ICUലേക്കാണ് പോകുന്നത്. ഇപ്പൊ ചുണ്ണി വക്കാലത്ത് ഒപ്പിടിക്കാനായി പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ സെക്യൂരിറ്റീസ് വന്ന് അവരെ തടയാണ്. ഇപ്പോഴാണ് ഉണ്ണിക്ക് ആ ഒരു വേണു വക്കീൽ പറഞ്ഞ സെക്യൂരിറ്റി ടെൻഡർ അയാൾ പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഉണ്ണി പോയ സമയത്ത് ആ വേണു വക്കീൽ ആ കേസ് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ആ കേസ് പോവാണ്. 25 ലക്ഷം രൂപയുടെ ക്ലെയിം കിട്ടുന്ന ഒരു കേസായിരുന്നു അത്. ഇതിൽ ദേഷ്യം തോന്നിയ ഉണ്ണിയും ഒരു മൂർഖബാബിനെ വേണു വക്കീലിന്റെ കാറിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. അങ്ങനെ ചുരം കയറുന്ന സമയത്ത് പാമ്പ് കടിച്ച് വേണു വക്കീലിന്റെ കാർ മറിഞ്ഞ് അയാൾ മരിച്ചു പോവാണ്. ഇതുപോലും വിടാതെ ഉണ്ണി വക്കീൽ ഇതിന് ക്ലെയിം വാങ്ങി തരാന്ന് പറഞ്ഞ് വേണു വക്കീലിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇതൊരു ആക്സിഡന്റേ അല്ല, പാമ്പ് കടിച്ചാണ് അയാൾ മരിച്ചത്, അല്ലാണ്ട് ആക്സിഡന്റ് മരിച്ചതായിരുന്നില്ല. എന്നാൽ പോലും ഉണ്ണിക്ക് ആ ഒരു കേസ് വേണമായിരുന്നു. പക്ഷെ ഭാര്യക്ക് ഓൾറെഡി അറിയായിരുന്നു ഉണ്ണി അത്ര നല്ല ആളൊന്നല്ലാന്ന്. എന്ത് വന്നാൽ അയാൾക്ക് ആ ഒരു കേസ് കൊടുക്കില്ല എന്ന് അവള് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണി വേണുവിനെ കൊന്നതുകൊണ്ട് തന്നെ അവർക്ക് ഹാലുസിനേഷൻ പോലെ ഈ വേണുവിനെ കാണാനായിട്ട് തുടങ്ങാണ്. പോലീസുകാരെ ഇടിച്ച് ചമ്പറാക്കി തൗഫീഖ് എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ കേസ് ആക്സിഡന്റ് ആക്കി മാറ്റാമെന്നും പറഞ്ഞ് ഉണ്ണി ആ ഒരു കേസ് ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമായിരുന്നു. ഇപ്പൊ ആ ഒരു സെക്യൂരിറ്റി ടെൻഡർ എങ്ങനെയെങ്കിലും ഉണ്ണിക്ക് അവന്റെ പേരിലാക്കണമായിരുന്നു. അതിന് അവിടുത്തെ ഡോക്ടറെ പോയി കാണുന്നുണ്ട്. ആ ഡോക്ടർക്ക് മീനാക്ഷിയുടെ പേരിൽ ഒരു കണ്ണുണ്ടായിരുന്നു. മീനാക്ഷിക്ക് എന്നെയാണ് ഇഷ്ടമെന്നും ഞാൻ നെക്സ്റ്റ് ഒഴിയാം, പക്ഷേ സെക്യൂരിറ്റി ടെൻഡർ ക്യാൻസൽ ചെയ്യണമെന്ന് ഉണ്ണി ആ ഡോക്ടറോട് പറയുമ്പോൾ അയാള് നിന്നെ പോലത്തെ ഒരു മനംകൊന്നനെ മീനാക്ഷി ഒന്നും നോക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാണ്. അതിൽ ഉണ്ണിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട്. കാരണം അവന്റെ ഫസ്റ്റത്തെ ഗേൾഫ്രണ്ട് അവൻ ഇട്ടിട്ട് പോയത് അവന്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. അവളുടെ എൻഗേജ്മെന്റ് ഓൾറെഡി ഇപ്പൊ കഴിയാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളെ തകർക്കണമെന്ന് ഉണ്ണി വിചാരിക്കുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.